വേണ്ടു. മെറിറ്റിൽ സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള മാർക്ക് ഉണ്ട്, മോൾക്ക് ശ്രമിക്കുന്നുണ്ട്. അലോട്ട്മെന്റ് വന്നിട്ടില്ല, കിട്ടും. ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലും കിട്ടും, കേരളത്തിലും ശ്രമിക്കുന്നുണ്ട്. മെറിറ്റിൽ തന്നെ കിട്ടും എന്ന് പറഞ്ഞു. ഇനി കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുമായിരിക്കും, അറിയില്ല. റിപ്പീറ്റിനൊന്നും ആള് പാകപ്പെട്ടിട്ടില്ല. ആഷിക്കെ ഉമ്മ പട്ടിയുടെ കൂടെ കിടന്നിട്ട് നായയുടെ കൂടെ കിടന്നിട്ടുണ്ടായതാണോ മോനെ? പാപ്പക്കറിയാമോ ഇത്? പാപ്പക്കറിയാമോ? ശരി ശരി എന്നാ. അല്ലടാ, പട്ടിയിൽ കുട്ടി ജനിക്കും കേട്ടോ, ഇസ്ലാമിക നിയമപ്രകാരം. അപ്പോ ഇങ്ങനെ ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് 24 ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചിട്ട് കോടതി ചോദിക്കുവാണ്, ഇതെങ്ങനെ ദൈവത്തിന്റെ പുസ്തകമാകും? ഇതെങ്ങനെ പടച്ചോന്റെ പുസ്തകമാകും? ഈ ലോകത്ത് എല്ലാവർക്കും ജീവിക്കണ്ടേ? ഇന്ത്യ മഹാരാജ്യം മതമില്ലാത്തവരുടേതു കൂടിയല്ലേ? ഇതര മതവിഭാഗത്തിൻ്റെതു കൂടിയല്ലേ? മതവിഭാഗത്തിന് വേണ്ടി പാകിസ്ഥാൻ വാങ്ങിച്ചു പോയതല്ലേ? കെട്ടിയെടുത്തോ, അങ്ങോട്ട് കെട്ടിവലിച്ചോ. പിന്നീട് നീയൊക്കെ ഇതിനകത്തേക്ക് നുഴഞ്ഞു വന്ന് കയറിയത് എന്തിനാ? മറ്റുള്ളവരുടെ സമാധാനം കളയാനായിട്ട്. 1986 ജൂലൈ 31 ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ വന്ന വിധി അനുസരിച്ച് ജസ്റ്റിസ് ZS ലോഹത്തിന്റെ വിധി, അന്യമതസ്ഥരുടെ കഴുത്തെടുക്കാനും അവരെ ക്രൂരമായി കൊല ചെയ്യാനും അവരെ ചിത്രവധം ചെയ്യാനും നാട് കടത്താനും അവരോട് പരുഷമായി പെരുമാറി അവരെ ഭയപ്പെടുത്താനും അയൽക്കാരനെ മതം നോക്കി കൊന്നുകളയാനും പഠിപ്പിക്കുന്ന ഈ പുസ്തകം എങ്ങനെയാണ് ദൈവത്തിന്റെ പുസ്തകമാകുന്നത്? ഇത് ലോകത്തുള്ള സകലമാന കലാപത്തിനും വർഗീയ കലാപങ്ങൾക്കും കാരണം ഈ ഗ്രന്ഥമാണ് എന്നായിരുന്നു കോടതിയുടെ വിധി. ഈ രൂപത്തില് 24-ലധികം വചനങ്ങൾ കോടതി വിധികൾ ചൂണ്ടിക്കാണിച്ചു. ഈ വചനങ്ങൾ വിദ്വേഷം, ശത്രുത, ദുഷ്ടത, വഞ്ചന, കലഹം, കവർച്ച, കൊലപാതകം, ബലാത്സംഗം, കൊള്ളയടി, കൊലപാതകം, ചിത്രവധം എന്നു വേണ്ട എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന കൽപ്പനകളാണ് ഇത് വഹിക്കുന്നത് എന്ന് അന്ന് കോടതി കണ്ടെത്തി. ഈ രാജ്യത്തു മാത്രമല്ല, ലോകത്തെവിടെയും മുസ്ലിങ്ങളും അമുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് കലാപങ്ങൾ ഉണ്ടാകുന്നതിന് ഇതാണ് കാരണം. ഖുർആനിലെ ഇത്തരം വചനങ്ങൾ മുസ്ലിങ്ങളോട് മറ്റു മതങ്ങളുടെ അനുയായികൾക്കെതിരെ പോരാടാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനങ്ങൾ ഖുർആനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം ഈ കലാപങ്ങൾ തടയാൻ സാധിക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഖുർആൻ റെഡ്യൂസ് ചെയ്യണം. ഇതൊരിക്കലും ഒരു ബഹുസ്വര സമൂഹത്തിന്, മാനവരാശിക്ക് അനുഗുണമായിട്ടുള്ള ഒന്നല്ല. ഇതിലേറെ അത്ഭുതകരമായ മറ്റൊരു കാര്യം, മാധ്യമങ്ങളൊക്കെ ഈ കേസ് അന്നു മുതൽ ഇന്നുവരെ പരാമർശിച്ചിട്ടേയില്ല. ഈ ഖുർആൻ വചനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ VD സതീശൻ പറയുന്നത്, നീതിയാണത്രേ പ്രവാചകൻ പഠിപ്പിച്ച ഭരണഘടന. അമുസ്ലിമിന്റെ കഴുത്തെടുക്കാനോ, അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസിയോട് യുദ്ധം ചെയ്യാനോ? നിന്റെ ഉമ്മ ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ നീ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവരെ ഉമ്മയായി അംഗീകരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന, വിദ്വേഷം പഠിപ്പിക്കുന്ന ഈ വിഷപുസ്തകം മതേതരമോ, നീതിയോ? ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ നേടുന്ന പണത്തിനും സംഘടിതമായ വോട്ട് ബാങ്കിനും വേണ്ടി എല്ലാ കലാപങ്ങളുടെയും എല്ലാ വിദ്വേഷ പ്രചാരണങ്ങളുടെയും സോഴ്സ് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാം. ഇതെല്ലാം RSSന്റെ തലയിൽ കെട്ടിവെക്കുമ്പോൾ ഈ കോടതി വിധി നിങ്ങളൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഈ കേസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗൂഗിളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഫേസ്ബുക്കിന്റെ പേജിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് നോക്കിയേക്കണേ. അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മഹാലക്ഷ്മി കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്രന്ഥം
കേരളം പോലും വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റൌഫ് ഇറങ്ങിയതിന്റെ അന്ന് തന്നെ ഒരു സുഡിയോ ബഹിഷ്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് എന്നിപ്പോ മനസ്സിലായില്ലേ? അവർ സംഘടിതരാണ്. അവർക്കെതിരെ ഒരു രാഷ്ട്രീയ നേതൃത്വവും അനങ്ങില്ല, ഒരു മത മേലധ്യക്ഷന്മാരും അനങ്ങില്ല. ഇവരെല്ലാവരും തലത്തിൽ തുല്യശക്തികളാണ്. ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതേതരന്മാരെയും ഇല്ലാതാക്കണം എന്നതാണ്. വെറുതെ പറയുന്നതല്ല. വെറുതെ എന്തിനാ ഒരു വിഭാഗത്തെ നമുക്കിങ്ങനെ പറയേണ്ട കാര്യം? എന്തിനാ ഭയം? അനിലാൽ, ജീവിച്ചാലും ധീരമായി ജീവിക്കും, മരിച്ചാലും ധീരമായി മരിക്കും, ഒരു ഭയവുമില്ല. ഞാൻ ഈ ഭയമില്ലാതെ രാജ്യത്തിന് ജീവൻ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പട്ടാളക്കാരൻ്റെ മോള. രാജ്യത്തോട് കൂറു പുലർത്തണം എന്ന് ചെറിയ പ്രായം മുതലേ എഴുതിയും പറഞ്ഞും പഠിപ്പിച്ച ഒരു വാപ്പയുടെ മകളാണ് ഞാൻ. അതുകൊണ്ട് ഭയമില്ല. സുഡിയോ. ഇപ്പോൾ ബിജെപി നേതാവ് സന്ദീപ് വാചസ്പതി നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധിക്കാനും ഈ തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനും സ്വാഭാവികമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു അവകാശമുണ്ടല്ലോ. ഇത് വലിയ തരത്തിൽ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനൊക്കെയാണ് സംഘപരിവാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത്. അതൊരു ശരിയായ പ്രവണതയാണോ? അത് ശരി. അപ്പൊ സംഘപരിവാർ നടത്തുന്ന പ്രചരണത്തിനാണ് താങ്കൾ കുഴപ്പം, അല്ലാതെ ഈ പ്രചരണത്തിൽ താങ്കൾ കുഴപ്പമില്ല അല്ലേ? അല്ല, ഇതൊരു രാജ്യദ്രോഹം അല്ല. താങ്കളുടെ നിലപാട് എന്തായാലും ആദ്യ വാചകത്തിൽ കൂടി പുറത്തു വന്നത് വളരെ നന്നായി. കാരണം ടാറ്റ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ പ്രതിരോധ സേനയ്ക്ക് പോലും കരുത്തു പകർന്ന് സേവനം ചെയ്തു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ ടാറ്റയെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞത് ഇസ്രായേലിന് പിന്തുണ നൽകിയെന്ന കാരണത്താലാണ്. സുഡിയോ ബഹിഷ്കരണം ഇവരെന്തിനാണ് കൊണ്ടുവന്നത്? അവർ ഇന്ത്യയെ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു അവരുടെ തത്വം. അതിപ്പോ ഈ രാജ്യത്തിരുന്നിട്ട് പ്രത്യക്ഷമായിട്ട് പറയാൻ പറ്റുമോ ജമാഅത്തെ ഇസ്ലാമിക്ക്? ക്രമേണ ഇവരുടെ അജണ്ടകൾ ഇവർ പുറത്തെടുത്തു. കേൾക്കട്ടെ. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതായത് രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് താങ്കൾ അറിയാം. 1947 ബ്രിട്ടൻ ഈ ഭാരതം ഉപേക്ഷിച്ച് പോകുമ്പോൾ നാമാവശേഷമാക്കിയ ഒരു രാഷ്ട്രത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു കമ്പനിയാണ് ടാറ്റ. ടാറ്റ ലാഭനഷ്ടം നോക്കാതെ ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യൻ സൈന്യത്തിന് ആയുധങ്ങൾ നിർമ്മിക്കാൻ, ഇന്ത്യൻ സൈന്യങ്ങൾക്ക് വാഹനങ്ങൾ നിർമ്മിക്കാൻ, തൂമ്പ മുതൽ ഉപ്പ് മുതൽ എയ്റോപ്ലെയിൻ വരെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ഒരു കമ്പനിയാണ്. ആ കമ്പനിക്കെതിരെ നിലപാടെടുക്കുന്നത് ഇസ്രായേൽ എന്താ പ്രശ്നം? അപ്പോ ഈ രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി സഹായിച്ച ഒരു കമ്പനിക്കെതിരെ നിലപാടെടുക്കുന്നത് രാജ്യദ്രോഹമല്ല. അത് രാജ്യദ്രോഹമാണ് എന്ന് വിളിച്ചു പറയുന്ന സംഘപരിവാർ പ്രവർത്തകർക്കാണ് കുഴപ്പമല്ലേ? നമ്മുടെ രാജ്യത്ത് ആരെയും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തുവച്ചോളൂ എന്ന് വിളിച്ചു പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന് ഒരു കുഴപ്പവുമില്ല. കാഞ്ഞങ്ങാട് അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല. തുളസിത്തറയിൽ തുണി പൊക്കി സുനയുടെ അടുത്തുള്ള രോമം പറിച്ചിട്ടപ്പോൾ കുഴപ്പമില്ല. ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫ കുഴപ്പമില്ല. എവിടെയാണ് കുഴപ്പം? ഇതിനെയൊക്കെ പ്രതികരിക്കുമ്പോഴാണ് പ്രശ്നം. സംഘികൾ കൂടി നമ്മുടെ രാജ്യത്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നാലും ഇവര് വന്നു പെട്ടത് നമ്മുടെ സന്ദീപ് വാചസ്പതിയുടെ മുമ്പില കണക്കിന് കൊടുക്കുമെന്നറിയാം. നോക്കാം. ആങ്കറുടെ അഭിപ്രായമാണോ ന്യൂസ് 8ന്റെ അഭിപ്രായമാണോ എന്നുള്ളതല്ല. ഇത് സ്വാഭാവികമായിട്ടും അല്ല, അത്തരത്തിലുള്ള ചില ചർച്ചകൾ ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കില്ലേ? ചർച്ചകൾ നടക്കുന്നതും അത് രാജ്യദ്രോഹമാണ് എന്ന് പറയുന്നത് തെറ്റാണെന്നാണല്ലോ താങ്കളുടെ ആദ്യ വാചകം. അല്ല, പ്രതിഷേധം ജനാധിപത്യപരമാണോ? ഈ നാട്ടിൽ പ്രതിഷേധം ജനാധിപത്യപരമല്ലേ? അല്ല, ഞാൻ ജനാധിപത്യത്തെ പറ്റിയും പ്രതിഷേധത്തെ പറ്റിയും സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഈ പ്രതിഷേധം നടത്തുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉയർന്നു കാണുന്നത്. ഇവരെല്ലാവരെയും പാകിസ്ഥാനിലേക്ക് വിട്ടോളൂ. ഈ പ്രതിഷേധിച്ച് ഈ നിരത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ മുഴുവൻ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിക്കാമല്ലോ. അല്ല, അതാ ഞാൻ ചോദിച്ചത്. അതാണ് ഇത് ആരുടെ അഭിപ്രായമാണ്? അത് ശരിയാണോ എന്നുള്ളതാണോ ചോദിക്കേണ്ടത്? ഇങ്ങനൊരു ബഹിഷ്കരണം നടത്തുക ശരിയാണോ എന്ന് ചോദിക്കാനുള്ള നട്ടല് താങ്കൾക്കുണ്ടോ?
അല്ല അത് അവരോടല്ലേ, അത് ഞാൻ ബിജെപിയോടല്ലോ ചോദിക്കുന്നത്, അത് ഞാൻ അവരോടാണ് ചോദിക്കുന്നത്, അത് ഞാൻ ചോദിച്ചോളാം. അതല്ല, അത് അവരോട് എനിക്ക് ചോദിക്കാൻ അറിയാം, അത് ഞാൻ ചോദിച്ചോളാം, അത് അവരോട് ഞാൻ ചോദിച്ചോളാം. ജനങ്ങളോട് സമ്മതിക്കുമ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. ഈ രാജ്യത്തിന്റെ നെടും തൂണായി രാജ്യത്തെ സേവിച്ച് പ്രതിരോധ സേനയിൽ വരെ സംഭാവനകൾ നൽകി നിൽക്കുന്ന ടാറ്റയ്ക്കെതിരെ ഒരു ബഹിഷ്കരണം രേഖപ്പെടുത്തി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ജനാധിപത്യമാണോ? ഈ രാജ്യത്തിനെതിരല്ലേ അത് എന്ന് ചോദിക്കാൻ ആങ്കർ ധൈര്യം കാണിക്കാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ തിരിച്ചൊരു പ്രതിചോദ്യം വാചസ്പതിക്ക് ചോദിക്കേണ്ടി വന്നത്. രാജ്യത്തിനു വേണ്ടി സംസാരിക്കാനും രാജ്യവിരുദ്ധരെ എതിർക്കാനും ഇന്ന് ഈ രാജ്യത്ത് സംഘികൾ മാത്രമേ ഉള്ളൂ എന്നതാണ് അത്ഭുതാവഹമായിട്ടുള്ള പ്രതിഭാസം. കാരണം മറ്റെല്ലാവരും തലത്തിൽ തുല്യരാണ്. എല്ലാവരും വോട്ട് ബാങ്കിനു വേണ്ടി കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന രാഷ്ട്രീയക്കാർ കണ്ടില്ലേ? ഖുർആൻ എന്ന് പറയുന്ന ഭരണഘടനയെ കുറിച്ച് വാതോരാതെ വിടിത സതീശൻ സംസാരിക്കുവാണ്. ഇതിനകത്തുള്ളത് എന്തറിയാമെന്ന് അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഖുർആനിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് അരുൺകുമാർ പറഞ്ഞ അതേ വചനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ചിത്രവധം. അതെടുത്തില്ല. ആരോ എഴുതി കൊടുക്കുന്നത് മാത്രം തൊള്ള തൊടാതെ വിഴുങ്ങുകയും പബ്ലിക്കിൽ വന്ന് പറയുകയും ചെയ്യുന്ന ഇത്തരം ആളുകളോട് എന്ത് പറയാനാ? ശരി, വാചസ്പതി തന്നെ പറയട്ടെ. ഞാൻ താങ്കളോട് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ചോദിക്കുന്നത് അവരോട് ചോദിക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചോളാം. താങ്കളോട് ചോദിക്കുന്നത് ഈ തരത്തിൽ രാജ്യദ്രോഹികളെന്ന് ഒരു വിദ്യാർത്ഥി സംഘടനയും അവിടെയുള്ള വിദ്യാർത്ഥികളെ താറടിക്കുന്നത് ശരിയാണോ എന്നാണ്. മറ്റൊരു ചോദിക്കേണ്ട ചോദ്യം എനിക്കറിയാം, ഞാൻ ചോദിച്ചോളാം. അല്ല, അത് ഞാൻ ചോദിക്കാം. അതിനകത്ത് അവരെ രാജ്യദ്രോഹികളായി ആരും മുദ്ര കുത്തിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി ആരെയും അങ്ങനെ പറഞ്ഞതായി ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ വരുന്നവരെല്ലാം ബി ജെ പിക്കാരെ നിങ്ങൾ തന്നെ പറഞ്ഞു കൊലകളുണ്ടോ? അപ്പൊ ബി ജെ പിക്ക് അങ്ങനെ നിലപാടില്ല അല്ലെ? ബി ജെ പിക്ക് അങ്ങനെ നിലപാടില്ല. ഞാൻ സംസാരിച്ചു കേട്ടെ. അപ്പോ അങ്ങനെ ആരെങ്കിലും രാജ്യദ്രോഹികളായി ബി ജെ പി മുദ്ര കുത്തിയതായി ഞങ്ങൾക്ക് അറിവില്ല. അപ്പോ അവരെ രാജ്യദ്രോഹികളായി ഇങ്ങനെ ആരെങ്കിലും മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അതിലാണ് വിഷമം. ആ വിഷമത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. എനിക്ക് രണ്ട് വശവും ചോദിക്കണമല്ലോ. നമ്മളൊരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ നമുക്ക് രണ്ട് വശവും ചോദിക്കണമല്ലോ. താങ്കളോട് ചോദിക്കാമോ ഞാൻ ചോദിക്കുന്നു, മറുവശം ചോദിക്കാമോ ഞാൻ ചോദിച്ചോളാം. 2 പക്ഷമോ 4 പക്ഷമോ ചോദിച്ചുള്ളൂ. ഞങ്ങൾക്ക് അതിൽ വിഷമമില്ല. പക്ഷേ താങ്കൾക്ക് ആദ്യമേ തന്നെ അവരെ രാജ്യദ്രോഹികളായി മുദ്ര കുത്തുന്നതിനുള്ള ഉത്കണ്ഠ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും ഉണ്ടായ ഒരു പ്രതികരണമാണത്. രാഷ്ട്രവിരുദ്ധമായ, അതായത് ഇതിനകത്ത് എന്തുകൊണ്ട് അവരെ രാഷ്ട്രവിരുദ്ധന്മാരാണെന്ന് ആൾക്കാർ പറയുന്നതെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു വരാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നവരെ ആരോ രാജ്യദ്രോഹികളായി മുദ്ര കുത്തിയതിലുള്ള താങ്കളുടെ ഉത്കണ്ഠയുണ്ടല്ലോ, അതാണ് താങ്കളുടെ വായിൽ നിന്ന് ആദ്യം പുറത്തു വന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്ന് ചോദിക്കാനുള്ള തന്റെ താങ്കൾക്ക് അല്ലല്ലോ. അതിനെതിരെയുള്ള റിയാക്ഷന് വേണ്ടിയിട്ടാണല്ലോ താങ്കൾ എന്നെ വിളിച്ചത്. അവരോടാണ് ചോദിക്കേണ്ടത്. അവരോട് ചോദിച്ചോളാം. ഇത്തരത്തിൽ സ്വാഗത്യമുണ്ടോ എന്ന് ഞാൻ അവരോടാണ് ചോദിക്കേണ്ടത്. ഞാൻ താങ്കളോട് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ എടുക്കുന്ന നിലപാടാണല്ലോ ചോദിക്കേണ്ടത്. അല്ല, അത് എന്റെ നിലപാട് കാണുന്നേ. അതായത് ആ ഒരു പ്രതിഷേധ പ്രകടനത്തിനെതിരെ പ്രതിഷേധിക്കാനാണല്ലോ താങ്കൾ എന്നെ ഇപ്പോൾ ഈ ലൈനിൽ വിളിച്ചത്. സ്വാഭാവികമായും ആ നടക്കുന്ന പ്രതിഷേധത്തെ പറ്റി താങ്കൾ എന്നോട് ചോദിക്കാതെ അവർക്കെതിരെ നടക്കുന്ന ക്യാമ്പയിനിൽ താങ്കളുടെ ഉത്കണ്ഠയുണ്ടല്ലോ, അത് ന്യൂസ് 18 ഉത്കണ്ഠയാണോ അതോ ഈ ആങ്കറുടെ ഉത്കണ്ഠയാണോ എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത്. പൊതുസമൂഹത്തിന് അറിയേണ്ടത് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പൊതുസമൂഹം രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നല്ലോ. പൊതുസമൂഹം എന്നാണല്ലോ, രാജ്യം ഭരിക്കുന്ന പാർട്ടി പ്രതിനിധിയായിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ശരി, ഈ വിഷയത്തിനകത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ രാജ്യദ്രോഹികൾ എന്നുള്ള ആരോപണം ബി ജെ പിക്കില്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. താങ്കൾ തന്നെ ബി ജെ പിക്ക് ആരോപണം ഇല്ല എന്ന് പറയുമ്പോൾ മറുപടി പറയേണ്ടതിന് ബി ജെ പിയുടെ സംസ്ഥാന വക്താവിന്റെ റോളിന്റെ ആവശ്യമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ എഴുതിയോ വിളിച്ചു ചോദിക്കും. ഞാൻ ഞങ്ങളുടെ സന്ദീപ് ദയവായി ഒരു നിമിഷം നിൽക്കൂ. എന്തിനാണ് പ്രശ്നം എന്നുള്ളതാണ് അതിനുള്ള ഉത്തരവും ഇപ്പോൾ ഷഫാക്കിനുള്ള മറുപടി. അല്ല, അപർണ, ഞാൻ വീണ്ടും എനിക്ക് ഖേദത്തോടെ പറയട്ടെ, താങ്കളുടെ നിലപാടിനോട് എനിക്ക് സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. കാരണം താങ്കൾ എന്നോട് വളരെ കൃത്യമായി മറുപടി പറഞ്ഞത്. ഞാൻ അവരോട് ചോദിക്കേണ്ടത് ചോദിച്ചു. താങ്കൾ എന്താ ചോദിച്ചത്? ഇവിടെ സ്റ്റുഡിയോ ടാറ്റ എന്നുള്ളതാണോ വിഷയം? താങ്കൾ ചോദിക്കേണ്ട താങ്കൾ ഇപ്പൊ പറയാൻ പോകുന്ന മറുപടി ഞാൻ ഇപ്പോഴേ പറയാം. മാധ്യമപ്രവർത്തനം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. എനിക്കറിയാം എന്ത് ഇതായിരുന്നു. സന്ദീപ്, രണ്ട് വശത്തും ഏത് തരത്തിലാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ബേസിലല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബാലൻസ് ചെയ്തുകൊണ്ടാണ് രണ്ടിടത്തും ചോദിക്കാം. ബി ജെ പി നേതാവായ താങ്കൾ ചോദിക്കുന്ന പോലെ എനിക്ക് ഇവിടെ നിന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ. അതല്ലല്ലോ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം. ബി ജെ പി നേതാവിന് മാധ്യമപ്രവർത്തകർക്ക് അല്ല സന്ദീപ്, താങ്കൾ ഷഫാക്കിനുള്ള മറുപടി കൊടുക്കൂ. എന്നെ വിട്ടേ, ഷഫാക്കിനുള്ള മറുപടി കൊടുക്കും. അത് എസ് ഐയുടെ ഭാരവാഹിയാണ്. സിംബോളിക്കായിട്ട് നടത്തുന്ന പ്രതിഷേധമാണ്. ഇതൊരു സിംബോളിക് പ്രതിഷേധമാണ് എന്ന് അവർ പറയുന്നു. ലോകമൊട്ടാകെ നടക്കുന്ന സിംബോളിക് പ്രതിഷേധമാണ് എന്ന് പറയുമ്പോൾ അതിനുണ്ടോ മറുപടി? താങ്കൾക്ക് അതിൽ കൂടുതൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് മറുപടി കൊടുക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ
കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു സൈനിക നടപടി ഈ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്, നമ്മളുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ അല്ലെങ്കിൽ അയൽ രാജ്യമായ പാകിസ്ഥാന് സഹായം ചെയ്ത 2 രാഷ്ട്രങ്ങളായിരുന്നു ചൈനയും തുർക്കിയും. ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ആൾക്കാര് ഒരു ചൈന ബോയ്ക്കോട്ടോ ഒരു തുർക്കി ബോയ്ക്കോട്ടോ എന്ന ആശയം ഉണ്ടാക്കാതെ ഇസ്രയേൽ ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിന് ഈ രാജ്യത്ത് ഒരു കമ്പനി അവരുമായി കരാറിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രതിഷേധം നടത്തുന്നതിനകത്തെ അപകടകരമായ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാനുള്ള ആർജവമാണ് മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞാൻ ഇത്രയും നേരം താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ച ഉത്തരം. ആ ചോദ്യമാണ് താങ്കൾ ഇതിനെ ഉന്നയിക്കാതെ പോയത്. അല്ലാതെ സ്റ്റുഡിയോയിൽ പോയി ഇവന്മാർ പറഞ്ഞാലും സ്റ്റുഡിയോയിൽ നല്ല കാറ്റയുടെ രോമത്തെ പോലും തൊടാൻ പറ്റില്ല. ഇവന്മാരെന്തെങ്കിലും അവിടെ കിടന്ന് രോദനം നടത്തിയിട്ട് ഓടിയിട്ടിട്ട് പോകുന്നു എന്നുള്ളതല്ല. ഇതിവിടെ ഈ രാജ്യത്തിന് ചുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇവന്മാർ ഈ രാജ്യത്ത് ആരുമല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് പരമ പുച്ഛത്തോടുകൂടി അവരുടെ ബഹിഷ്കരണത്തെ ഞങ്ങൾ തള്ളുകയാണ്. അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ ചോദ്യം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് സ്വന്തം രാജ്യം ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ സഹായിച്ച ശത്രു രാജ്യത്തിനെതിരെ ഉയരാത്ത പ്രതിഷേധം ഏതോ പാലസ്തീനെതിരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഇവിടെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന അതിലെ അപകടകരമായ വർഗീയതയും അപകടകരമായ രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യാനുള്ള ആർജവം താങ്കൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് എന്റെ പോയിന്റ് നിൽക്കുന്നത്. അല്ലാതെ SIO നടത്തിയോ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ സ്റ്റുഡൻസ് സംഘടനയാണ്, അവര് നടത്തിയതായാലും സോളിഡാരിറ്റി നടത്തിയതായാലും പോപ്പുലർ ഫ്രണ്ട് നടത്തിയതായാലും SDPI നടത്തിയതായാലും ലീഗ് നടത്തിയതായാലും ഈ രാജ്യത്തിനെതിരാണോ അവരുടെ മുദ്രാവാക്യങ്ങൾ, അവരുടെ പ്രതിഷേധങ്ങൾ? നമ്മൾ അവർക്കെതിരെ ശക്തമായി രാജ്യത്തോടൊപ്പം നിൽക്കും. പഹൽഗാം ഭീകരാക്രമണം നടന്നു, ഇവരാരെങ്കിലും അനുശോചനം രേഖപ്പെടുത്തിയോ? ചോദ്യമാണ്. അതിന് പ്രതികാര നടപടി എന്ന വണ്ണം ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ 1ഉം 2ഉം ഇന്ത്യ തൊടുത്തുവിട്ടു. ഇവരാരെങ്കിലും അനുകൂലിച്ചോ? അപ്പോഴും പറഞ്ഞത് ക്വാളിറ്റി താത്താമാരിറങ്ങി തിരിച്ചു നരേന്ദ്രമോദിയെ തെറി പറഞ്ഞ ആളുകൾ വന്നു. ചായക്കടക്കാരനായ നായിന്റെ മോനെയൊക്കെ ആരാണ് പിടിച്ചവിടെ ഇരുത്തിയത് എന്നാ താത്താമാര് ചോദിച്ചത്. പർദയും മക്കനെയും ഇട്ട് താത്താമാരെ രംഗത്തിറക്കി ഈ രാജ്യത്തിനെതിരെ പറയിപ്പിച്ചു. ഒരു 5 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് ഒരു മുസ്ലിം മാതാവ് പഠിപ്പിക്കുവാണ്. വളർന്നു വരുമ്പോൾ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യും? ഞാൻ നരേന്ദ്രമോദിയെ കൊല്ലും. ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയും ഈ തള്ളെ അത് കേട്ട് ആർത്ത് ചിരിക്കുകയും അത് വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത ഉമ്മമാരായിട്ടുള്ള രാജ്യദ്രോഹികളുടെ കൂടി നാടാണ് ഈ രാജ്യം. ഇവരെ എതിർക്കണ്ടേ? ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കാൻ രാജ്യസ്നേഹികൾക്ക് സാധിക്കൂ, മതസ്നേഹികൾക്ക് പറ്റില്ല. രാജ്യത്തിന്റെ രക്തം സിരകളിലൂടെ ഒഴുകിയാലേ രാജ്യം എന്ന വികാരം നമുക്ക് മനസ്സിലാകൂ. ദേശീയ ഗാനത്തിന്റെ ആലയൊലികൾ കേൾക്കുമ്പോൾ തലച്ചോറിൽ എവിടെയോ ഒരു പ്രകമ്പനവും ഒരു സങ്കടത്തിന്റെ ഈ രാജ്യത്തോടുള്ള അഭിമാന മുഹൂർത്തം എന്ന വണ്ണം കണ്ണു നിറയുന്ന രാജ്യസ്നേഹികളുടേതാണ് ഈ രാജ്യം. അല്ലാതെ ജനഗണമന കേൾക്കുമ്പോൾ അതിലും നല്ലത് മ്യൂസിക് ആയിരുന്നു എന്ന് ചിന്തിക്കുന്ന, ദേശീയ പതാക വലിച്ച് തറ തുടയ്ക്കുന്ന, അത് വലിച്ച് തറയിൽ ഇട്ടിട്ട് അതിന്റെ പുറത്തുകൂടി വാഹനം ഓടിക്കുന്ന, ദേശീയ പതാക കൊണ്ട് ഹോട്ടല് തുടയ്ക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതെ, രാജ്യത്തോടൊരല്പമെങ്കിലും കൂറും പ്രതിബദ്ധതയും ഉള്ളവർക്ക് മാത്രമേ രാജ്യത്തെ സ്നേഹം എന്താണ് എന്ന് മനസ്സിലാകൂ.